കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തമാണ് വയനാട്ടിലുണ്ടായത്. രക്ഷാപ്രവർത്തകർക്ക് ദുരന്തമുഖത്തേക്ക് എത്തിച്ചേരാനുള്ള ഏക മാർഗമായ പാലം തകർന്നത് രക്ഷാപ്രവർത്തകർക്ക് വലിയ വെല്ലുവിളിയാണ് ഉണ്ടാക്കിയത്. ഇതിനിടയ്ക്ക് ഉണ്ടാക്കിയ ചെറിയ പാലവും തകർന്നു. തുടർന്ന് സൈന്യത്തിന്റെ നേതൃത്വത്തിൽ ബെയിലി പാലം നിർമ്മിക്കുകയാണ് ഉണ്ടായത്. ദുരന്തമുഖത്തേക്ക് രക്ഷാപ്രവർത്തനത്തിന് സ്ത്രീകൾക്ക് യാതൊരു ചെയ്യാനില്ല എന്ന് പറയുന്നവർക്കുള്ള ഉത്തരമാണ് മേജർ സീതാ ഷെൽക്കെ. നദിയിലെ കുത്തൊഴുകിനെയും കനത്ത മഴയെയും വകവയ്ക്കാതെ രാവും പകലുമെന്ന വ്യത്യാസമില്ലാതെ നടത്തിയ കഠിനാധ്വാനത്തിന്റെ ഫലമായിരുന്നു ബെയിലി പാലം. ഈ നിർമ്മാണത്തിന് പിന്നിൽ ഇന്ത്യൻ ആർമിയുടെ വനിതാ ഉദ്യോഗസ്ഥയായ മേജർ സീതാ ഷെൽക്കെയാണ്. ദുരന്തമുഖത്ത് രക്ഷാപ്രവർത്തനത്തിയ ഈ പെൺകരുത്ത് ഏറെ ശ്രദ്ധേയമായിരുന്നു. ബെയിലി പാലം നിർമ്മിച്ച എഞ്ചിനീയറാണ് സീതാ ഷെൽക്കെ. രക്ഷാപ്രവർത്തനം എളുപ്പമാക്കുന്നതിന് ബെയിലി പാലത്തിന്റെ നിർമ്മാണം നിർണായകമായിരുന്നു എന്നതിനാൽ തന്നെ കേരളം പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒന്നായിരുന്നു ബെയിലി പാലത്തിന്റെ നിർമ്മാണം. പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ഇവരുടെ ഫോട്ടോ സാമൂഹ്യ മാധ്യമങ്ങളിലെത്തിയതോടെ നിറഞ്ഞ കയ്യടികളാണ് സീതയ്ക്ക് ലഭിക്കുന്നത്. മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗർ ജില്ലയിലെ 600 പേർ മാത്രമുള്ള ഒരു ചെറു ഗ്രാമത്തിൽ നിന്ന് സൈന്യത്തിലെത്തിയ സീതാ ഷെൽക്കെ ഇന്ന് സൈന്യത്തിന്റെ മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിലെ ഉദ്യോഗസ്ഥയാണ്. IPSകാരിയാകണമെന്ന മോഹം പൂവണിയാതെ വന്നതോടെയാണ് സീത സൈന്യത്തിലെ ഭാഗമാകാൻ തീരുമാനിക്കുന്നത്. 2012 ഇവർ സൈന്യത്തിലേക്ക് പ്രവേശിക്കുന്നത്. രക്ഷിതാക്കളിൽ നിന്ന് ലഭിച്ച പിന്തുണ തന്നെയാണ് തന്നെ ഇവിടെ വരെ എത്തിച്ചതെന്ന് സീതാ ഷെൽക്കെ പറയുന്നു. 190 അടി നീളത്തിലാണ് പാലം നിർമ്മിച്ചത്. 24 ടൺ ഭാരം വഹിക്കാൻ ശേഷിയുള്ള ഈ പാലത്തിലൂടെയാണ് രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമായ ഭാരമേറിയ യന്ത്ര സാമഗ്രികൾ അടക്കം എത്തിക്കുന്നത്. ദുർഘടമായ പ്രദേശങ്ങളിൽ അടിയന്തര സാഹചര്യങ്ങളിൽ താൽക്കാലികമായി നിർമ്മിക്കുന്ന പാലമാണ് ബെയിലി. ഉരുക്കുകൊണ്ട് ഏറ്റവും ഉയരത്തിൽ നിർമ്മിക്കുന്ന സവിശേഷമായ പാലമാണിത്. പ്രധാനമായും ദുർഘട സന്ദർഭങ്ങളിൽ പാലം ഒലിച്ചു പോവുകയും റോഡുകൾ തകരാറാവുകയും ചെയ്യുന്നതിലൂടെ ഏതെങ്കിലും പ്രദേശങ്ങൾ ഒറ്റപ്പെട്ടു പോകുമ്പോഴും സൈനിക ആവശ്യങ്ങൾക്കുമാണ് ഇന്ന് ഇത്തരം പാലം നിർമ്മിക്കുന്നത്. ആദ്യമേ തയ്യാറാക്കി വെച്ച ഭാഗങ്ങൾ പെട്ടെന്നു തന്നെ ഇത് നിർമ്മിക്കേണ്ട സ്ഥലത്തെത്തിച്ച് കൂട്ടിച്ചേർത്താണ് ബെയിലി പാലം സജ്ജമാക്കുന്നത്. താൽക്കാലികമായി തയ്യാറാക്കുന്ന ഇവ എടുത്തു മാറ്റാവുന്ന തരത്തിലാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. ഉരുക്കും തടിയുമാണ് പാലം നിർമ്മിക്കാൻ പ്രധാനമായി ഉപയോഗിക്കുന്നത്. അടിയന്തര ഘട്ടങ്ങളിൽ വളരെയധികം പ്രയോജനകരമാണ് ഇവ. സാധാരണഗതിയിൽ ചെറിയ വാഹനങ്ങൾക്ക് പോകാൻ കഴിയുന്ന തരത്തിലാണ് ഇവ തയ്യാറാക്കുന്നത്. ക്ലാസ് 40 ടൺ, ക്ലാസ് 70 ടൺ എന്നിങ്ങനെ ഭാരം താങ്ങാനുള്ള ശേഷി അനുസരിച്ചാണ് പാലം നിർമ്മിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായി സിവിലിയൻ ആവശ്യങ്ങൾക്കായി ബെയിലി പാലം നിർമ്മിച്ചത് കേരളത്തിൽ തന്നെയാണ്. പമ്പാ നദിക്ക് കുറുകെയായിരുന്നു ഇത്. പത്തനംതിട്ട റാന്നിയിലെ പമ്പാ നദിക്ക് കുറുകെയുള്ള 36 വർഷം പഴക്കമുള്ള റാന്നി പാലം തകർന്നപ്പോഴാണ് പകരം ഇത്തരം താൽക്കാലിക പാലം സൈന്യം നിർമ്മിച്ചത്.